ഹലോ, എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? രാവിലെ സംസാരിക്കാൻ നല്ല പാടിച്ച്. എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ഓണായി വരാനായിട്ടൊരു 11 മണി 11:30 12 മണിയാവും. ഞാൻ ഓഫീസിൽ പോയാലും ആരോടും സംസാരിക്കാറില്ല. കുറേ നേരം ആരോടും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. സംസാരിക്കും, ചിലപ്പോൾ ഒന്നോ രണ്ടോ വേർഡ്സ് മാത്രം സംസാരിക്കാം, അല്ലാണ്ട് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസോ അങ്ങനെ ഒന്നും ആരോടും സംസാരിക്കാറില്ല. ഇപ്പം ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ചില ദിവസങ്ങൾ ഭയങ്കര മൂകതയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നെനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഇട്ട വ്ളോഗ് 16 ഒരു കമൻറ്റ് കിട്ടി. അപ്പോൾ ആ കമൻ്റ് എന്ന് പറയണത്, നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കമൻ്റ് ഇട്ട ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കമൻറ്റ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ആ കമൻറ്റിന് വലിയൊരു താങ്ക് യു. ഇനിയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര സന്തോഷമായി. ആ കമൻ്റ് ഇട്ടയാൾ, ഞാൻ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല, കമൻ്റ് ഇട്ടയാൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ അറിയാമല്ലോ, അയാൾക്ക് ഈ വീഡിയോ നമ്മൾ ചെയ്യണത് ഇഷ്ടപ്പെടുന്നതല്ലേ പറഞ്ഞത്. അപ്പം ഈ വീഡിയോ കാണുവാണെങ്കിൽ അപ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് മൊത്തം ട്രാഫിക്കാണല്ലോ, ഇവിടുന്ന് അങ്ങ് വരെ ട്രാഫിക്ക്. എൻ്റെ ഫോണേ തിങ്കളാഴ്ചയായിട്ട് സാധാരണ ഇത്രയും പേര് ഓഫീസിൽ പോകാത്തയാണല്ലോ. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും സാധാരണ തീരെ ട്രാഫിക്ക് കുറവായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരങ്ങനെ ഓഫീസിൽ പോകാറില്ല. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നല്ല തീരെ കുറവായിരിക്കും. പക്ഷെ നല്ല ട്രാഫിക്ക് ഈ രാവിലെയും വൈകിട്ട് ഉണ്ടാവുന്നത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചകളിലുമാണ്. ഇന്നെന്താണെന്നറിയില്ല, നല്ല ട്രാഫിക്ക്. അടിക്കുക ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ കിടക്കാണെന്ന ദേഷ്യപ്പോയി. പോകാൻ പറ്റില്ലല്ലോ. ട്രാഫിക്ക് മറ്റേ ഒരു 5-10 km/h പോകണ ഒരു ഇഴഞ്ഞ് പോണ ട്രാഫിക് ആണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെയാണ്, മൂവ്മെൻ്റ് ഉണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ കിടക്കുന്ന ട്രാഫിക്ക് വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ. ഇവിടെ എന്തായാലും കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, 10 സെക്കൻഡ് ട്രാഫിക്ക് പിടിച്ചതുള്ളായി. അത് ഇനി അതിപ്പോഴുള്ള എന്തായാലും താഴെ നല്ല ട്രാഫിക്കാണ്. പക്ഷെ ഇവിടുന്ന് നേരെ താഴെ ചെല്ലുമ്പോൾ ഇത് ഡിവൈഡായിട്ട് പോകും ട്രാഫിക്ക്. കുറച്ച് വൈറ്റ് ഫീൽഡിലോട്ടും അങ്ങനെയൊക്കെ ഡിവൈഡായിട്ട് കുറച്ച് പോകും. അതുകൊണ്ട് ഇന്ദിരാനഗറിലോട്ട് പോകാൻ വലിയ ട്രാഫിക്ക് ഉണ്ടാവില്ല. നോക്കാം. ട്രാഫിക്ക് വേണു. സിഗ്നലായി. പോട്ടെ പറക്ക്. ഇപ്പോൾ ഇവിടുന്ന് കുറേ പേര് ഫോണടിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു ഫോണടിയിൽ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട് കിടക്കുന്ന ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എടാ പോടാ ട്രാഫിക്ക് വീണടാ, രണ്ടാമത്തെ ആൾ എടുത്തിട്ട് പോടാ, വണ്ടി ഓടിക്കാറുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടേ, ആ ഒരു ആറ്റിറ്റ്യൂഡിലാകട്ടെ. ചിലരൊട്ട് ട്രാഫിക്കാണെന്ന് അറിഞ്ഞിട്ടും സിഗ്നലാണെന്ന് അറിഞ്ഞിട്ടും ഫോണടി. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ പറന്ന് പോകണം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റുക? നീയൊക്കെ പറന്ന് ചിറക് വെച്ചിട്ട് പറന്ന് പോകും, അല്ലാണ്ട് ഒന്നും പറയാനില്ല അതിനകത്ത്. നല്ല തിരക്കുണ്ട് ഗൈസ്, നല്ല അടിപൊളി തിരക്ക്. എല്ലാവരോടും ഓഫീസിൽ വരാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഓക്കെ. അടുത്ത അപ്ഡേറ്റ് ഒരു കാര്യം പറഞ്ഞു, താങ്ക് യു ഫോർ ദ കമൻറ്റ്. നമ്മൾ നന്ദി പ്രകാശനം നമ്മൾ ചെയ്തു. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ 75 ഹാർഡ്. ശനിയും ഞായറും ഞാനൊന്നും ചെയ്യാറില്ല. ശനിയും ഞായറും റീചാർജിങ് ഡേ ആണ്. അതായത് വീക്ക് ഡേയിൽ പണിയെടുത്തതിൻ്റെ റീചാർജിങ് ഡേ ആണ് ശനിയും ഞായറും. അതുകൊണ്ട് ശനിയും ഞായറും റെസ്റ്റാണ് ബോഡിക്കും, അത് ഹെൽത്തിനും മെൻ്റലിയും അങ്ങനെ റെസ്റ്റാണ്. ഒന്നും ചെയ്യാറില്ല. പക്ഷേ കുറച്ചൊക്കെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോഗിങ്ങിന് വേണ്ടിയിട്ട് നടന്നതല്ല, അല്ലാണ്ട് കുറേ നടന്നു. എന്നും ഇത് നടക്കാൻ പോണ വഴി കൂടെ തന്നെ അല്ലാണ്ട് കുറേ ഉച്ചയൊക്കെ ആയപ്പോൾ നടന്നു. വേറെ കുറച്ച് പരിപാടികളുണ്ടായിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ അപ്പോൾ അത് പോകുന്നുണ്ട്. ഫുഡ് കൺട്രോൾഡ് ഫുഡിങ് ആണ്. ഫുഡ് അങ്ങനെ അനാവശ്യമായി കഴിച്ചില്ല, കൺട്രോൾഡ് ആയിരുന്നു. പക്ഷെ കുറച്ച് മധുരം കഴിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറച്ച് മധുരം കഴിക്കേണ്ടി വന്നു. കുറച്ച് ശകലമേ കഴിച്ചിട്ടു, കുറച്ച് കഴിക്കേണ്ടി വന്നു. അപ്പം വി ആർ ഓൺ ട്രാക്കാണ്. ഇന്ന് രാവിലെ 45 മിനിറ്റ് നടക്കാൻ പോയി, 45 മിനിറ്റ് കൂടുതൽ നടക്കാൻ പോയി. ഒരു 2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ 4 കിലോമീറ്റർ കവർ ചെയ്തു. പിന്നെ രാവിലെ
രാവിലെ ഒരു കോളഗ്, ഒരു ഓരക്കിൻ്റെ വൈറ്റ് മാത്രം, കുറച്ച് സീഡ് റോസ്റ്റ് ചെയ്തത്, സൺഫ്ലവർ സീഡും എനിക്കൊന്ന് പംകിൻ സീഡും ആണെന്ന് അങ്ങനെ. പിന്നെ ഒരു ഗ്ലാസ് മറ്റേ ടർമറിക് പൊടി, മഞ്ഞപ്പൊടി ഇട്ട കുറച്ച് വെള്ളം, നല്ല ഇളം ചൂട് വെള്ളം. അത് നാരങ്ങയും പിഴിഞ്ഞ് ഒഴിക്കുമെന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ നാരങ്ങയും പിഴിഞ്ഞത്. ഓക്കെ, അതിൽ വി ആർ ഓൺ ട്രാക്ക്. പിന്നെ വേറെന്താ, അപ്പം അതാണ് അപ്ഡേറ്റ്. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻകം സോഴ്സ് മൾട്ടിപ്പിൾ ആക്കണ കാര്യമാണ്. അത് ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അതിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. ഇത് ഓഫീസിൽ പോകുന്ന ദിവസം ഓഫീസ് ഭയങ്കര ഹെക്റ്റിക്കാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നല്ലൊരു വള്ളിപ്പണിയുണ്ട്. വള്ളിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണികളാണ്, പക്ഷെ അത് വള്ളിയാണ്. അപ്പോൾ അത് കുറേ സമയം എടുക്കും. ചെറുതാണെങ്കിലും കുറേ സമയം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുള്ളതുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. വീക്ക് ഡേയിലാണല്ലോ നമ്മൾ ട്രേഡിങ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സമയമില്ല. അപ്പം അതൊന്ന് ഒതുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി ഞാൻ നോക്കിയിരിക്കുക. ഇതൊക്കെ ഒതുക്കണം വിഷമമാണ്. എന്തായാലും സമയം കണ്ടെത്തണം അതിനകത്ത്. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. മാക്സിമം നോക്കട്ടെ സമയം കണ്ടെത്തണം. ഇന്നത് കുറേ അപ്ഡേറ്റ്സും അങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ട്. വലുതായിട്ട് വർത്താനം പറയാനായിട്ട് ഒരു മൂടില്ല. പക്ഷെ എനിക്ക് കഴിഞ്ഞ വീഡിയോ വ്ളോഗ് 16 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അത് നല്ല രസമുള്ളതായിരുന്നു. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആ വ്ളോഗ്. നമ്മളെന്താ അതിനകത്ത് പറഞ്ഞ സർവൈവൽ. സർവൈവലാണ്, ഇതും സർവൈവലാണ്, അത് സർവൈവലായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതലേ സർവൈവലാണ്, എന്താ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ സർവൈവൽ ബഡീസ്. നമ്മൾ ജയിക്കും ഒരു ദിവസം. നമ്മൾ ജയിക്കാണ്ട് അവിടെ പോകാനാണ്. വൺ ഡേ വി വിൽ വിൻ. നമ്മൾ ഓൾറെഡി പല ചെറിയ മൈൽ സ്റ്റോണുകളൊക്കെ, ചെറുതും വലിയ മൈൽ സ്റ്റോൺ വിജയിച്ചതാണ്. ഇനിയുള്ളതും വിജയിക്കും. അത് നമ്മൾ വിജയിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓക്കെ. എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. നമ്മളിങ്ങനെ വീണ്ടും വിജയിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിൽ കുറേ വിജയിച്ചല്ലോ. അപ്പോൾ അതിന് നമ്മൾ അൺറെസ്പെക്റ്റ് ചെയ്യണയാണോ എന്ന് എനിക്ക് കുറേ തോന്നാറാണ്. പക്ഷെ അല്ല, നമ്മൾ ഫ്യൂച്ചർ സെൽഫിനെ റെസ്പെക്റ്റ് ചെയ്യണതാണ്. നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ പരിപാടികളൊക്കെ. നമ്മൾ സർവൈവൽ ചെയ്ത് നമ്മൾ ഇനിയും വിജയിച്ചേ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റാ. ഓക്കെ ഗൈസ്, ഞാൻ ASMR കുറച്ച് വീഡിയോസ് എടുക്കട്ടെ. ബൈ.